ചർച്ചയിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവ് PV അൻവർ ഉണ്ട്. ഷാഫി ചാലിയം ലീഗ് പ്രതിനിധി, റെജി ലൂക്കോസ് CPM സഹയാത്രികൻ, എ സജീവൻ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ്. ആദ്യം ഞാൻ റെജി ലൂക്കോസിലേക്ക് പോകുന്നു. ശ്രീ റെജി ലൂക്കോസ്, ഈ ട്രാക്ടർ ഓടിച്ച് ശബരിമലയിലേക്ക് പോയതിൽ ഇപ്പോൾ ട്രാക്ടർ ഡ്രൈവർക്കെതിരെ മാത്രം ഇട്ടിരിക്കുന്ന FIR, ആ FIR-നെ കുറിച്ച് താങ്കളുടെ ഒരു അഭിപ്രായം എന്താണ്? അല്ല, തീർച്ചയായിട്ടും ADGP MR അജിത് കുമാറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായതൊരു ഗുരുതരമായ വീഴ്ചയാണ്. കാരണം രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ഹൈക്കോടതി കൃത്യമായി വിധി പറഞ്ഞിട്ടുണ്ട്. 2016 എൻ്റെ ഓർമ്മ. ഒരു കാരണവശാലും അവിടെ മനുഷ്യരെയും കൊണ്ട് പോകാൻ പാടില്ല, അവിടെ ശബരിമല സന്നിധാനത്തിലേക്ക് ആവശ്യമായിട്ടുള്ള സാമഗ്രികളുണ്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ എന്നൊരു വിധിയുണ്ട്. ഈ വിധി നിലനിൽക്കെ ഈ വിധി നടപ്പാക്കാനായിട്ട് കൂടെ ബാധ്യസ്ഥനായ ഒരു ADGP ആ വിധി തൻ്റെ സഹപ്രവർത്തകർ ഓർമ്മിച്ചിട്ട് പോലും അദ്ദേഹം അത് അവഗണിച്ചുകൊണ്ട് ഈ ട്രാക്ടറിൽ കയറി സന്നിധാനത്തിന് താഴത്തെ രണ്ടാമത്തെ വളവ് വരെ ചെന്നത് ഗുരുതരമായ തെറ്റ് തന്നെ. അക്കാര്യത്തിൽ യാതൊരു തർക്കമില്ല. 2021 ഹൈക്കോടതിയുടെ ഉത്തരവാണിത്. അല്ല, സമാനമായൊരു ഉത്തരവ് 2016 ഉണ്ടായിരുന്നു. ശ്രുതി പറഞ്ഞത് ശരിയാണ്. 2021 അത് വീണ്ടും കർശനമായ രീതിയിൽ ആ വിധി ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായെന്നുള്ളത് വളരെ കൃത്യമായ കാര്യം, ഞാനത് നിഷേധിക്കുന്നില്ല. തന്നെയല്ല, ശബരിമല പോലെയുള്ള ഒരു പരിപാവനമായ കേരളത്തിൻ്റെ ഏറ്റവും വലിയ അഭിമാന സ്തംഭങ്ങളിലൊന്നായ ശബരിമല തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ഈ രീതിയിൽ അദ്ദേഹം ചെയ്ത നടപടി ശരിയല്ല, തെറ്റ് തന്നെയാണ്. അതിന് യാതൊരു തർക്കമില്ല. തന്നെയല്ല, ഹൈക്കോടതി വിധിക്ക് എതിരാണ്. സഹപ്രവർത്തകർ സൂചന കൊടുത്തിട്ട് പോലും അതിനെ ധിക്കരിച്ചുകൊണ്ട് പോയത് തെറ്റാണ്. അത് യാതൊരു തർക്കമില്ല. അത് തന്നെയുമല്ല, ആ ഡ്രൈവറുടെ പേരിൽ കേസെടുത്ത് FIR ഇട്ടിരിക്കുന്നത് പോലീസുകാർ തൻ്റെ മേലുദ്യോഗസ്ഥന്മാരെ ഭയന്നുകൊണ്ട് ചെയ്തതായിരിക്കാം. പക്ഷേ അതിനൊക്കെ ഒരു മാറ്റം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, ഈ വിവരം വെളി വന്നപ്പോൾ ഇന്ന് തന്നെയാണ്, സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും അതിനെതിരെ നടപടി ഉണ്ടാവും. തന്നെ ഇദ്ദേഹത്തിൻ്റെ പേര് നടപടി ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ PV അൻവറും പ്രതിപക്ഷ നേതാവ് VD സതീശനും കൊണ്ടുവന്ന ഈ പറയുന്ന നമ്മുടെ തൃശ്ശൂർ പൂരം കലക്കിയായിട്ട് ബന്ധപ്പെട്ടതിൽ 3 അന്വേഷണ ഘട്ടങ്ങളിലായിട്ട് അന്വേഷണം നടത്തി. അതിൽ മനോജ് എബ്രാഹിം ഇദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് കൊടുത്തു. ഒരു കാരണവശാലും ഇദ്ദേഹത്തിന് ശിക്ഷിക്കാൻ പാടില്ല, ഇദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം താൻ ഉറങ്ങിപ്പോയതുകൊണ്ട് ന്യായീകരണമായിട്ട് വന്നു. പക്ഷേ എങ്കിലും ആഭ്യന്തര വകുപ്പ് ചുമതലയുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇദ്ദേഹത്തിനെ ക്രമസമാധാന നിലയിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് നടപടി സ്വീകരിച്ചു. ഏറ്റവും മുഖ്യമായ ഒരു കാര്യം ഇവിടെ പറയാനുള്ളത്, കഴിഞ്ഞ ADGPയുടെ നിയമനം ഏതാനും ആഴ്ചകൾ നടന്നിട്ടുള്ളൂ. അന്ന് ഇദ്ദേഹത്തിനെ ADGP-ആയിട്ട് നിയമിക്കാനായിട്ടുള്ള 6 ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. അതിൽ PSC കൊടുത്തിരിക്കുന്ന ലിസ്റ്റിൽ, UPSC കൊടുത്തിരിക്കുന്ന ലിസ്റ്റിൽ 3 പേരുടെ പേരിൽ ഇദ്ദേഹത്തിൻ്റെ പേരില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ നേരിട്ട് മറ്റ് പല സംസ്ഥാനങ്ങളിലും സംസ്ഥാന സർക്കാരുടെ താല്പര്യപ്രകാരം DGP ഇൻ ചാർജായിട്ട് ഇദ്ദേഹത്തിനെ കൊണ്ടുവരും എന്ന് മാധ്യമങ്ങളെല്ലാം പല രീതിയിലുള്ള, ഇപ്പോൾ ഈ പറഞ്ഞ റിപ്പോർട്ടർ ചാനലിൽ പോലും ഞാൻ ആ ചർച്ചയ്ക്ക് ഇരുന്നിട്ടുള്ളതാണ്. അതെല്ലാം നിങ്ങളുടെ ഭാവനയായിരുന്നു. എങ്ങനെയെങ്കിലും ആഭ്യന്തര വകുപ്പിനെ കുറ്റപ്പെടുത്തുക ഇദ്ദേഹത്തിലൂടെ. തീരുമാനം വന്നത് എവിടെ നിന്നാണ്? ഇവിടെ നിന്ന് പോയ ലിസ്റ്റ് എന്തായിരുന്നു? ആദ്യത്തെ ലിസ്റ്റ് എങ്ങനെയായിരുന്നു? അങ്ങനെയല്ല ഞാൻ പറഞ്ഞ സ്മൃതി. അതായത് മധ്യപ്രദേശ്, UP അതുപോലെ തന്നെ മറ്റ് പല സംസ്ഥാനങ്ങളിലും കൊടുത്ത ലിസ്റ്റ് തിരിച്ചു വന്നപ്പോൾ ഈ അവർ കൊടുത്ത ലിസ്റ്റിലില്ലാത്ത ആള് DGP സ്ഥാനാർത്ഥി അതാരാണോ സംസ്ഥാനത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാണ്ട് DGP ഇൻ ചാർജ് ആയിട്ട് ഇന്നും ഇന്ത്യയിൽ 6 സംസ്ഥാനങ്ങളിലുണ്ട്. എന്തുകൊണ്ടാണ്? ആ സംസ്ഥാന സർക്കാരിൻ്റെ താല്പര്യമുള്ള DGP-യെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കണ്ടൊരു കുറുക്ക് വഴിയാണ്. അത് കേരളത്തിൽ നടപ്പാക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇദ്ദേഹത്തിനെ DGP ഇൻ ചാർജ് ആയിട്ട് കൊണ്ടുവരും എന്ന് മാധ്യമങ്ങൾ എന്താ പറയുക കൊട്ടിഘോഷിച്ചു. ഇവിടെ എന്തെല്ലാം വാർത്തകൾ വന്നു. അതിന് മുഖ്യമന്ത്രി ശ്രമിക്കുന്നു, ആഭ്യന്തര വകുപ്പ് ശ്രമിക്കുന്നു. പക്ഷെ അതുമല്ല നടപ്പാക്കിയോ? ഇവിടെ നിന്ന് ആദ്യം കൊടുത്ത പട്ടികയിൽ ADGP MR അജിത് കുമാറിന്റെ പേരുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഏതൊക്കെ കാര്യങ്ങൾക്ക്, ഏതൊക്കെ സംഭവങ്ങൾക്ക് ശേഷമാണ് ആ പേരുണ്ടായിരുന്നെന്ന് കാര്യമുണ്ടല്ലോ. അല്ല, താങ്കൾ ഇപ്പോൾ നമ്മൾ ഈ ട്രാക്ടർ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ, ട്രാക്ടർ വിഷയത്തിൽ ശബരിമലയിലേക്ക് ഈ തരത്തിൽ ചട്ടവിരുദ്ധമായി ട്രാക്ടർ ഓടിച്ചു പോകുന്ന ഡ്രൈവർക്കെതിരെ മാത്രം FIR ഇടുമ്പോൾ അത് ആരുടെ പിഴവാണ്? ആരുടെ കുറ്റമായിട്ടാണ് അങ്ങയുടെ മനസ്സിലാക്കൽ? അല്ല, സ്മൃതിക്കറിയാവില്ല. തീർച്ചയായിട്ടും മേലുദ്യോഗസ്ഥന്മാരുടെക്കെതിരെ ഒരു FIR ഇടാനുള്ള താഴേക്കിടയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ഭയമായിരിക്കും അങ്ങനെ ചെയ്ത്. അത് സർക്കാർ തിരുത്തുമില്ലെന്നുള്ള അറിഞ്ഞിട്ട് പോരെ നിങ്ങളിങ്ങനെ വ്യാഖ്യാനിക്കാനായിട്ട്. അങ്ങനെയാണ് അതിന്റെ ഒരു രീതി. FIR ആദ്യം ഇടുന്നു. ആ FIR ഇടുമ്പോൾ ട്രാക്ടർ ഡ്രൈവർക്കെതിരെ അയാൾ മാത്രമാണ് അതിൽ പ്രതിയാക്കപ്പെടുന്നത്. കോടതിയിൽ നിന്നാകട്ടെ മുഴുവൻ വിമർശനവും വന്നിരിക്കുന്നത് MR അജിത് കുമാറിനെതിരെയാണ്. അപ്പോൾ ഇനി അതിൽ തിരുത്തൽ, ഒരു നടപടിയെടുക്കൽ, പിന്നെ തിരുത്തൽ, അതാണോ രീതി?
അല്ല, അതിപ്പോ മുഖ്യമന്ത്രി വിളിച്ചു പറഞ്ഞിട്ടോ അല്ല ആഭ്യന്തര വകുപ്പ് വിളിച്ചു പറഞ്ഞിട്ടോ ആണോ അങ്ങനെ ചെയ്തെന്ന്? അല്ല, ആര് വിളിച്ചു പറഞ്ഞു എന്നുള്ളതാണ്. എങ്ങനെയാണ് അജിത് കുമാറിന് മാത്രം ഈ സംരക്ഷണവും ഈ അജിത് കുമാറിന് മാത്രം ഒരു പ്രത്യേക പരിഗണനയും കിട്ടുന്നത് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അല്ല, എനിക്ക് ആ ചോദ്യം മനസ്സിലാകുന്നില്ല. അജിത് കുമാറിന് മാത്രമായിട്ടൊരു പരിഗണന എവിടുന്ന് കൊടുത്തു എന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്തുനിന്ന് മുഖ്യമന്ത്രി മാറ്റുന്നില്ല. 3 ലെയർ അന്വേഷണം നടത്തി. DGP അന്വേഷണം നടത്തി. അതുപോലെ തന്നെ ADGP ആയിരുന്നു മനോജ് അബ്രഹാം അന്വേഷണം നടത്തി. മനോജ് അബ്രഹാമിന്റെ അന്വേഷണത്തിൽ ആദ്യം തന്നെ റിപ്പോർട്ട് കൊടുത്തു. അദ്ദേഹം അദ്ദേഹത്തിനെതിരായ ആരോപണങ്ങളും അദ്ദേഹത്തിന്റെ പ്രത്യേക നടപടികളും ഏത് കാലത്ത് തുടങ്ങിയിട്ടുണ്ട്? അദ്ദേഹം വിജിലൻസ് ഡയറക്ടറായി ചുമതലയേൽക്കുന്ന 2022 ഏപ്രിൽ 22 ശേഷം എന്തൊക്കെ സംഭവങ്ങളുണ്ടായി? അദ്ദേഹം വിജിലൻസ് ഡയറക്ടർ ആയിരിക്കെ അല്ലേ ഇപ്പോൾ PS സരിത്തിനെ തനിക്ക് യാതൊരു ചാർജുമില്ലാത്തൊരു കാര്യത്തിൽ അവിടെ നിന്നും പിടിച്ചുകൊണ്ടുപോയത്? ഓർക്കുന്നില്ലേ? അതിനുശേഷം അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാവുമെന്ന് പറയുന്നു. അദ്ദേഹത്തെ ആ സ്ഥാനത്തു നിന്ന് മാറ്റുന്നു. അത് ഈ 1.5 മാസത്തിന് ശേഷം, ചാർജ് എടുത്ത് 1.5 മാസത്തിന് ശേഷമാണ് അത് സംഭവിക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന് പ്രത്യേക ചുമതല അദ്ദേഹത്തിന് വേറൊരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് എന്ന പ്രത്യേക പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിൽ അദ്ദേഹത്തെ ഇരുത്തുകയാണ്. അത് കഴിഞ്ഞിട്ടോ അദ്ദേഹത്തെ വീണ്ടും ലോ ആൻഡ് ഓർഡറിന്റെ DGP ആയി ADGP ആയി ചുമതല ഏൽപ്പിക്കുന്നു. അപ്പോൾ ചുമതലകൾ അദ്ദേഹത്തിന്റെ സ്ഥാനം ഒന്നിനൊന്ന് മുകളിലേക്ക് കയറ്റുന്ന രീതിയിലാണ് എല്ലാ നടപടിയും ഉണ്ടായിട്ടുള്ളത് ഈ വിവാദങ്ങൾക്കൊക്കെ ശേഷം. അപ്പോൾ ഇനി ട്രാക്ടറിൽ പോയതിനു ശേഷം ഇനി എങ്ങോട്ടാണ് കയറ്റമെന്നാണ് നോക്കേണ്ടത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.